ഇവിടുത്തെ കർഷകൻ ചോര നീരാക്കി പറമ്പിൽ പണിയെടുത്താണ് ഇന്നാട്ടിലെ ഉദ്യോഗസ്ഥ വൃന്ദങ്ങളെ അടക്കം തീറ്റിപ്പോറ്റുന്നത്. സാങ്കേതിക വിദ്യ എത്രമേൽ വളർന്നുകൊള്ളട്ടെ, കമ്പ്യൂട്ടറിൽ നിന്ന് ഒരു ഉദ്യോഗസ്ഥനും ഒരു IT വിദഗ്ധനും ഉച്ചയൂണ് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റില്ല. മറിച്ച് അവന് ഭക്ഷണം കിട്ടണമെങ്കിൽ ഈ പാവപ്പെട്ട കർഷകന്റെ ചോരയും നീരും നിലത്ത് വീണ് വിത്തിന് പോഷണമേകേണ്ടതുണ്ട് എന്നുള്ളത് സത്യമാണ്. ആ വസ്തുത നമ്മുടെ കേരള സർക്കാർ മറന്നുപോകുന്നു എന്ന് കാണുന്നത് ദുഃഖകരമാണ്. കർഷകന്റെ കൃഷിഭൂമിയുടെ നികുതി വർദ്ധിപ്പിക്കുന്നത് സംസ്ഥാനത്തിന്റെ ഏറ്റവും വലിയ ആദായ മാർഗമായി മന്ത്രി കരുതുന്നുവെങ്കിൽ, ഭരണകൂടം കരുതുന്നുവെങ്കിൽ, എനിക്ക് സർക്കാരിനോട് പറയാനുള്ളത് ഒന്നേയുള്ളൂ: നിങ്ങൾ കർഷകനെ മാനിക്കുന്നില്ല, കർഷകന്റെ മഹത്വം അറിയുന്നില്ല, അവൻ കടന്നു പോകുന്ന കഷ്ടപ്പാടുകൾ തിരിച്ചറിയുന്നില്ല. ഉദ്യോഗസ്ഥരുടെ ശമ്പള നിരക്ക് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി കർഷകന്റെ കഴുത്തിന് പിടിച്ച് ഞെക്കാൻ ശ്രമിക്കുന്ന ഈ നിലപാട് കർഷക വിരുദ്ധമാണ്. ഇവിടുത്തെ മലയോര കർഷകർക്ക് സ്വീകാര്യമല്ല എന്ന് പറയാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നാം തിരിച്ചറിയേണ്ട ഒരുപാട് സങ്കടങ്ങളുണ്ട്. കേന്ദ്ര സർക്കാരിന്റെ ബജറ്റിലാകട്ടെ, കേരള സർക്കാരിന്റെ ബജറ്റിലാകട്ടെ, മലയോരത്തെ കർഷകരെ ചേർത്ത് പിടിക്കാൻ പോരുന്ന അടിസ്ഥാനപരമായ നിലപാടുകളൊന്നും ഉണ്ടായിരുന്നില്ല എന്നുള്ളത് സന്തോഷം നൽകുന്നത് ആർക്കാണ് എന്ന് നിങ്ങൾ തിരിച്ചറിയുക. ഈ നാട്ടിലെ പൗരന്മാരാണ് ഈ മലയോര കർഷകരും. ഈ വിഴിഞ്ഞം പദ്ധതിയും അതുപോലെ തന്നെ മെട്രോ മെഗാ പദ്ധതികളും കാണിച്ച് രാജ്യത്തിൽ പലരുടെയും കയ്യടി നേടുമ്പോൾ വിഴിഞ്ഞത്തോ മെട്രോയിലോ കയറാൻ കയ്യെത്തുന്ന ദൂരത്ത് മേൽപ്പറഞ്ഞ വികസന പദ്ധതികളൊന്നുമില്ലാത്ത ഇവിടുത്തെ സാധാരണ കർഷകർക്ക് വേണ്ടി ഈ ബഡ്ജറ്റുകളിൽ എന്താണ് നീക്കിവെച്ചിരിക്കുന്നത് എന്ന് നമ്മൾ ഗൗരവമായി ചിന്തിക്കേണ്ട സമയം അതിക്രമിച്ചു. ഞാൻ പറഞ്ഞു വരുന്നത്, കാർഷിക മേഖലയെ പരിഗണിക്കാത്തവര് ഈ രാജ്യത്തെ മനസ്സിലാക്കാത്തവരും സ്നേഹിക്കാത്തവരുമാണ് എന്ന സത്യം ഓർക്കുക. നാം നിരാശപ്പെടേണ്ടതില്ല പ്രിയപ്പെട്ടവരെ. കർഷകരായ നമ്മൾ ആരുടെയെങ്കിലും സബ്സിഡി മേടിച്ചോ ആനുകൂല്യം പറ്റിയോ ജീവിച്ചവരല്ല, മറിച്ച് ചോര നീരാക്കി പണിയെടുത്തവരാ. നമ്മളെ തകർക്കാൻ എല്ലാ വിധത്തിലും വന്യമൃഗങ്ങളുമായി വനം വകുപ്പ് നമുക്കെതിരായി നിലപാടുകളുമായി നിലകൊള്ളുമ്പോൾ, ഭൂനികുതി വർദ്ധിപ്പിച്ചുകൊണ്ട് സർക്കാർ സംവിധാനങ്ങൾ നമ്മെ ചൂഷണം ചെയ്യാൻ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുമ്പോൾ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഓർക്കുക, നാം പതറാൻ പോകുന്നില്ല, നിരാശപ്പെടുന്നില്ല. കാരണം ഇതിനേക്കാളും വലിയ പ്രതിസന്ധികളെ തരണം ചെയ്താണ് ഈ കുടിയേറ്റ ജനത ഇത്രയും വളർന്നത് എങ്കിൽ ഇനിയും നാം വളരും. വച്ചകാലം നാം പിന്നോട്ട് വയ്ക്കില്ല. ഈ ജനതയ്ക്ക് അതിജീവനത്തിന്റെ കരുത്ത് ആരും ഓതിത്തരേണ്ട പാഠമല്ല, അത് പൂർവപിതാക്കളിൽ നിന്ന് നമ്മുടെ ഹൃദയ രക്തത്തിൽ അലിഞ്ഞു ചേർന്ന ശക്തിയാണ് എന്ന് നമുക്ക് തിരിച്ചറിയാം.